ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഈ തീ പകർന്നത് എന്നുള്ളൊരു കാര്യം അവിടെയുള്ളവർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല, ട്രാൻസ്ഫോമറിൽ നിന്നല്ല തീ ഉണ്ടായത് എന്നാണ് KECB പറയുന്നത്. കടയിലെ ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ തീപിടുത്തത്തിന് കാരണമായത് എന്നാണ് സംശയമെന്നും KECB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രതികരിക്കുന്നുണ്ട്. കേൾക്കാം. ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് സണ്ണി ജോസഫ് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിലേക്ക് പോകാം. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. സംസാരിക്കുകയാണ്. അതിലെ നിരവധിയായ ഒരു 10-60ഓളം കടമുറികൾ സജീവമായിരുന്ന ഈ കടമുറികളാണ് പകൽ സമയത്തെ തീപിടുത്തത്തിൽ തീ ആളിപ്പടർന്ന് കത്തിയമർന്നത്. ഒരു കാര്യം, വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. കട ഉടമകൾക്ക്, കെട്ടിട ഉടമകൾക്ക്, അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് എല്ലാം. ഭിന്നശേഷി തൊഴിലാളികൾ ഉൾപ്പെടെ, വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. അവരുടെയെല്ലാം ജീവിതമാർഗമില്ലാതായിരിക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിൻ്റെ വേദന ഇതെല്ലാം വളരെ വലുതാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തര സഹായം എത്തിക്കണം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംഭവ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയൊരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ KECBയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ട്രാൻസ്ഫോമറിൽ നിന്നല്ല തീ ഉണ്ടായത് എന്നാണ് KECB പറയുന്നത്. അപ്പോൾ കടയിലെ ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ തീപിടുത്തത്തിന് കാരണമായതെന്ന് സംശയിക്കുന്നതായും KECB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രതികരിക്കുന്നുണ്ട്. വീഡിയോ കണ്ട അനുസരിച്ചിട്ട് ഈ തീ തുടങ്ങിയിരിക്കുന്നത് ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഷോപ്പിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാളേഷനിൽ വന്ന തകരാറാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിനും ഷോപ്പും തമ്മിൽ 5-6 മീറ്റർ ദൂരമുണ്ട്. ഒരിക്കലും ട്രാൻസ്ഫോമറിന് തീപ്പരി ഷോപ്പിലേക്ക് വീഴാൻ ഒരു ചാൻസും കാണുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് ആവാം. അവർ ഇൻസ്റ്റാളേഷനിൽ ഓവർലോഡ് കൊണ്ടോ ഷോർട്ട് സർക്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് വർക്ക്, AC കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരാൻ ചാൻസ് ഉണ്ട് ഓവർലോഡായിട്ട്.